യുകെയിൽ സ്കിൽഡ് വർക്കർ വിസയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് പ്രവാസി മലയാളികളുടെ തൊഴിൽ സുരക്ഷിതത്തെയും യുകെയിലേക്ക് കുടിയേറാൻ തയ്യാറെടുക്കുന്ന പ്രൊഫഷണലുകളുടെ ഭാവി സ്വപ്നങ്ങളെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന സുപ്രധാനമായ നിയമമാറ്റങ്ങളാണ് ബ്രിട്ടീഷ് ഹോം ഓഫീസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്കിൽഡ് വർക്കർ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള മിനിമം ശമ്പള പരിധി വൻതോതിൽ വർദ്ധിപ്പിച്ച ഹോം ഓഫീസിന്റെ നടപടി യുകെയിലെ IT, കെയർ, ഫിനാൻസ്, ബിസിനസ് മേഖലകളിൽ ജോലി ചെയ്യുന്ന മലയാളി ജീവനക്കാർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. യുകെയിലെ പുതിയ സാലറി ത്രഷോൾഡ് നിയമങ്ങൾ എന്തൊക്കെയാണ്? വിസ റിന്യൂവലിനെയും ILR അപേക്ഷകളെയും ഇത് എങ്ങനെ ബാധിക്കും? പ്രവാസി മലയാളികൾ തങ്ങളുടെ വിസ സ്റ്റേറ്റസ് സുരക്ഷിതമാക്കാൻ ഉടനടി സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ബ്രിട്ടീഷ് സർക്കാരിന്റെ പുതിയ ഇമിഗ്രേഷൻ നയങ്ങൾ പ്രകാരം സാധാരണ സ്കിൽഡ് വർക്കർ വിസയ്ക്കുള്ള ജനറൽ മിനിമം സാലറി ത്രഷോൾഡ് പ്രതിവർഷം 41,700 പൗണ്ടായി നിലനിർത്തുകയാണ്. എന്നാൽ കേവലം ഈ 41,700 പൗണ്ട് മാത്രം സ്വന്തമാക്കിയാൽ വിസ ലഭിക്കുമെന്ന ധാരണ തെറ്റാണ്. UK ഹോം ഓഫീസ് നിശ്ചയിച്ചിട്ടുള്ള ഓരോ തൊഴിൽ വിഭാഗത്തിന്റെയും ഒക്യുപേഷണൽ കോഡ് അനുസരിച്ചുള്ള ഗോയിങ് റേറ്റ് അല്ലെങ്കിൽ ജനറൽ സാലറി ത്രഷോൾഡ് എന്നിവയിൽ ഏതാണോ ഉയർന്ന തുക അത് നിർബന്ധമായും ജീവനക്കാരന് ലഭിച്ചിരിക്കണം. ഉദാഹരണത്തിന് IT മേഖലയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് പ്രതിവർഷം കുറഞ്ഞത് 49,400 പൗണ്ടെങ്കിലും ശമ്പളം ഉണ്ടായിരിക്കണം. ഫിനാൻസ് അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റ് തസ്തികയിൽ ഉള്ളവർക്ക് യഥാക്രമം 47,000 പൗണ്ടിന് മുകളിലാണ് ആവശ്യമായി വരുന്നത്. പ്രാദേശിക കമ്പനികളും ഇടത്തരം സ്ഥാപനങ്ങളും ജോലി ചെയ്യുന്ന വിദേശ ജീവനക്കാർക്ക് ഈ ഉയർന്ന ശമ്പളം നൽകാൻ തൊഴിലുടമകൾ തയ്യാറാകാത്ത സാഹചര്യത്തിൽ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് റദ്ദാക്കപ്പെടുകയോ വിസ പെറ്റീഷനുകൾ നിരസിക്കപ്പെടുകയോ ചെയ്യുന്നു. ഈ പുതിയ ശമ്പള പരിധി നിലവിൽ യുകെയിലുള്ള മലയാളികളെ, പ്രത്യേകിച്ച് വിസ എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ കമ്പനി മാറ്റത്തിനോ തയ്യാറെടുക്കുന്നവരെ എങ്ങനെ ബാധിക്കുമെന്ന് ഓരോ പ്രവാസിയും മനസ്സിലാക്കേണ്ടതുണ്ട്. 2024 ഏപ്രിലിന് മുൻപ് സ്കിൽഡ് വർക്കർ വിസ കൈപ്പറ്റിയ ജീവനക്കാർക്ക് വിസ പുതുക്കുമ്പോഴും ILRനായി അപേക്ഷിക്കുമ്പോഴും പരിമിതമായ തോതിൽ ഇളവുകൾ അനുവദിക്കുന്ന ട്രാൻസിഷണൽ അറേഞ്ച്മെന്റുകൾ ലഭ്യമാണ്. ഇത്തരക്കാർക്ക് കുറഞ്ഞ ജനറൽ ത്രഷോൾഡായ 31,300 പൗണ്ടോ അല്ലെങ്കിൽ അവരുടെ തൊഴിലിന്റെ പ്രോ-റേറ്റഡ് ഗോയിങ് റേറ്റോ പാലിച്ചാൽ മതിയാകും. എന്നാൽ ഗ്രാജുവേറ്റ് വിസയിൽ നിന്നോ സ്റ്റുഡന്റ് വിസയിൽ നിന്നോ സ്കിൽഡ് വർക്കർ വിസയിലേക്ക് സ്വിച്ച് ചെയ്യുന്നവർക്കും പുതിയതായി വിസ അപേക്ഷ നൽകുന്നവർക്കും ഈ ഇളവുകൾ ലഭ്യമാകില്ല. അവർക്ക് സമ്പൂർണ്ണ നിയമങ്ങൾ അനുസരിച്ചുള്ള ഉയർന്ന ശമ്പള നിരക്കുകൾ തന്നെയാണ് നിർബന്ധമാകുന്നത്. കെയർ, ഹെൽത്ത് കെയർ മേഖലകളിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ അവസ്ഥ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാഷണൽ ഹെൽത്ത് സർവീസിന് കീഴിൽ അജണ്ട ഫോർ ചേഞ്ച് പേ സ്കെയിലിൽ ജോലി ചെയ്യുന്ന രജിസ്റ്റേർഡ് നഴ്സുമാർക്കും മറ്റു മെഡിക്കൽ സ്റ്റാഫുകൾക്കും തനതായ പേ സ്കെയിൽ മാനദണ്ഡങ്ങൾ ലഭ്യമാണ്. എന്നാൽ പ്രൈവറ്റ് കെയർ ഹോമുകളിലും സോഷ്യൽ കെയർ മേഖലകളിലും പ്രവർത്തിക്കുന്ന പ്രവാസികൾക്ക് പുതിയ സാലറി നിയമങ്ങൾ കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സർക്കാരുകൾ നിശ്ചയിച്ച മിനിമം ശമ്പളം നൽകാൻ സ്വകാര്യ കെയർ സ്ഥാപനങ്ങൾ വിസമ്മതിക്കുന്നതോടെ സാങ്കേതികമായി സ്പോൺസർഷിപ്പ് ലൈസൻസുകൾ നഷ്ടമാകുകയും ജീവനക്കാർക്ക് വിസ കാലാവധിക്ക് മുൻപ് പുതിയ സ്പോൺസറെ കണ്ടെത്തേണ്ടി വരികയും ചെയ്യുന്ന ഗുരുതരമായ സാഹചര്യവുമുണ്ട്. കൂടാതെ ഒരു വർഷത്തേക്ക് 1,035 പൗണ്ട് നിരക്കിൽ വരുന്ന ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജും സ്കിൽഡ് ചാർജുകളും ചേരുമ്പോൾ തൊഴിലുടമയ്ക്ക് ഒരു ജീവനക്കാരെ നിലനിർത്താനുള്ള സാമ്പത്തിക ചെലവ് വൻതോതിൽ വർദ്ധിക്കുന്നു. അതേസമയം ചില പ്രത്യേക വിസ വിഭാഗങ്ങൾക്ക് താൽക്കാലികമായ ശമ്പളത്തിൽ ചില ഇളവുകൾ ലഭ്യമാണ്. പുതിയതായി പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ, 26 വയസ്സിൽ താഴെയുള്ളവർ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനികൾ എന്നിവർക്ക് ന്യൂ എൻട്രന്റ് എന്ന ആനുകൂല്യം വഴി മിനിമം ശമ്പള പരിധിയുടെ 70% അഥവാ പ്രതിവർഷം 33,400 പൗണ്ട് എന്ന നിരക്കിൽ അപേക്ഷിക്കാൻ സാധിക്കും. എന്നാൽ ഈ ന്യൂ എൻട്രന്റ് ഇളവ് പരമാവധി 4 വർഷത്തേക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുക എന്ന കാര്യം മറക്കരുത്. ഈ 4 വർഷത്തെ കാലാവധി പൂർത്തിയാകുന്നതോടെ ജീവനക്കാരൻ സമ്പൂർണ്ണ ശമ്പള നിരക്കായ 41,700 പൗണ്ടിലേക്കോ അതാത് തൊഴിലിന്റെ സമ്പൂർണ്ണ ഗോയിങ് റേറ്റിലേക്കോ ഉയരേണ്ടത് നിർബന്ധമാണ്. ഇതിൽ പരാജയപ്പെട്ടാൽ തുടർന്ന് യുകെയിൽ ജീവിക്കാനുള്ള വിസ അപ്രൂവൽ ലഭിക്കില്ല. ഇത്തരമൊരു സങ്കീർണമായ നിയമ അന്തരീക്ഷത്തിൽ പ്രവാസി മലയാളികൾ സ്വീകരിക്കേണ്ട പ്രായോഗികമായ മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് പരിശോധിക്കുക. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒക്യുപേഷൻ കോഡ്, മണിക്കൂർ വേതനം, വാർഷിക ശമ്പളം എന്നിവ ഹോം ഓഫീസ് നിഷ്കർഷിക്കുന്ന ഏറ്റവും പുതിയ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമാണോ എന്ന് ഉറപ്പുവരുത്തുക. ആഴ്ചയിൽ 37.5 മണിക്കൂർ ജോലി ചെയ്യുന്ന രീതിയിലാണ് കമ്പനി ശമ്പളം കണക്കാക്കുന്നത് എങ്കിൽ മണിക്കൂറിന് കുറഞ്ഞത് 17.13 പൗണ്ടെങ്കിലും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമതായി, വിസ എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ കമ്പനി മാറ്റമോ വരുന്നതിന് കുറഞ്ഞത് 6 മാസം മുൻപെങ്കിലും നിങ്ങളുടെ കമ്പനിയിലെ HR സംസാരിക്കുക.
പുതിയ ശമ്പള പരിധി അംഗീകരിച്ച് COS നൽകാൻ സ്ഥാപനം തയ്യാറാണോ എന്ന് മുൻകൂട്ടി വ്യക്തത വരുത്തുക. മൂന്നാമതായി, ശമ്പള വ്യത്യാസം കാരണം വിസ നിരസിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അഡ്മിനിസ്ട്രേറ്റീവ് റിവ്യൂവിലേക്ക് പോകുന്നതിനായി UK ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വൈദഗ്ധ്യമുള്ള അംഗീകൃത സോളിസിറ്റർമാരുടെ ഉപദേശം തേടുക. സാമ്പത്തിക മാനദണ്ഡങ്ങളിൽ ചെറിയ വീഴ്ചകൾ ഉണ്ടായാൽ പോലും ഹോം ഓഫീസിന്റെ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ അപേക്ഷകൾ തള്ളിക്കളയുന്ന രീതിയാണ് നിലവിലുള്ളത്. ശമ്പള കാര്യത്തിൽ കൃത്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിലൂടെ മാത്രമേ UK പ്രവാസ ജീവിതവും സ്ഥിരതാമസത്തിനുള്ള ILR അവകാശങ്ങളും സുരക്ഷിതമാക്കാൻ സാധിക്കൂ. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. UK പുതിയ ഇമിഗ്രേഷൻ വിസകളും നിയമ അപ്ഡേറ്റുകളും കൃത്യമായി മനസ്സിലാക്കാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.